ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എൻ ഐഡിയൽ ഗ്യാസ് ഇൻ അതർ ക്വാണ്ടം മെക്കാനിക്കൽ എൻസെമ്പിൾ. ഒരു കനോണിക്കൽ എൻസെമ്പിൾ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ തെർമോഡൈനാമിക്സ് ഓഫ് ദ സിസ്റ്റം എപ്പോഴും പാർട്ടീഷൻ ഫംഗ്ഷനെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും. നമുക്കറിയാം പാർട്ടീഷൻ ഫംഗ്ഷൻ ക്യു എൻ ഓഫ് വി ടി ഈക്വൽ ടു സമ്മേഷൻ ഇ റൈസ് ടു മൈനസ് ബീറ്റ ഇ ആണ്. ഈ റെപ്രസെൻ്റ് ചെയ്യുന്നത് എനർജി ഏക്കൻ വാല്യൂവിനെയാണ്. ഈ എനർജി ഏക്കൻ വാല്യൂ ഇനെ നമുക്ക് ഇൻ ടേംസ് ഓഫ് സിംഗിൾ പാർട്ടിക്കിൾ എനർജി ആയിട്ട് റെപ്രസെൻ്റ് ചെയ്യാൻ പറ്റും. അതാണ് ഇക്വേഷൻ നമ്പർ 2. ഇ ഈക്വൽ ടു സമ്മേഷൻ എപ്സിലോൺ എൻ എപ്സിലോൺ എപ്സിലോൺ. ഈ എൻ എപ്സിലോൺ എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ്. ഓരോ സിംഗിൾ പാർട്ടിക്കിൾ എനർജി സ്റ്റേറ്റിലും ഉണ്ടാകുന്ന നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ആണ് എൻ എപ്സിലോൺ എന്ന് പറഞ്ഞത്. അതെപ്പോഴും ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തായിരിക്കണം. സമ്മേഷൻ എപ്സിലോൺ എൻ എപ്സിലോൺ ഇസ് ഇക്വൽ ടു എൻ. അതെപ്പോഴും ഒരു കോൺസ്റ്റൻറ്റ് വാല്യൂ ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇക്വേഷൻ 1 എങ്ങനെ എഴുതാം? ക്യു എൻ ഓഫ് വി ടി ഈക്വൽ ടു സമ്മേഷൻ എൻ എപ്സിലോൺ ജി ഓഫ് എൻ എപ്സിലോൺ ഇ റൈസ് ടു മൈനസ് ബീറ്റ സമ്മേഷൻ എപ്സിലോൺ എൻ എപ്സിലോൺ എപ്സിലോൺ. ഇ റൈസ് ടു ആയിട്ട് വരുന്ന ടേം എനർജിയുടെ ടേമാണ്. ജി ഓഫ് എൻ എപ്സിലോൺ എന്ന് പറഞ്ഞത് സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ആണ്. അതായത് ഓരോ ഡിസ്ട്രിബ്യൂഷൻ സ്റ്റേറ്റ് എൻ എപ്സിലോണിലും ഉണ്ടാകുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ആണ് ജി ഓഫ് എൻ എപ്സിലോൺ എന്ന് പറയുന്നത്. ഈ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് ഓരോ കേസിലും ഡിഫറെൻ്റ് ആയിരിക്കും. ഇപ്പോൾ ബോസ് ഐൻസ്റ്റീൻ്റെ കേസിൽ അത് 1 ആണ്. അതേപോലെ തന്നെ ഫെർമി ഡൈറാക്കിൻ്റെ കേസിൽ എൻ എപ്സിലോൺ ഇസ് ഇക്വൽ ടു 0 അല്ലെങ്കിൽ 1 വരുന്ന കേസിൽ 1ഉം അതർവൈസ് അത് 0 ആണ്. മാക്സ്വെൽ ബോൾസ്മാൻ കേസിൽ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റ് എന്ന് പറയുന്നത് പൈ എപ്സിലോൺ 1/n എപ്സിലോൺ ആണ്. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് മാക്സ്വെൽ ബോൾസ്മാൻ കേസിലുള്ള പാർട്ടീഷൻ ഫംഗ്ഷനാണ്. ഇക്വേഷൻ 4ൽ സ്റ്റാറ്റിസ്റ്റിക്കൽ വെയിറ്റിൻ്റെ വാല്യൂ ഇട്ട് കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? മാക്സ്വെൽ ബോൾസ്മാൻ കേസിലുള്ള പാർട്ടീഷൻ ഫംഗ്ഷൻ കിട്ടും. അപ്പോൾ നമുക്ക് നോക്കാം. ക്യു എൻ ഓഫ് വി ടി ഈക്വൽ ടു സമ്മേഷൻ എൻ എപ്സിലോൺ പൈ എപ്സിലോൺ 1/n എപ്സിലോൺ ഫാക്ടോറിയൽ. അതാണ് ജി ഓഫ് എൻ എപ്സിലോൺ എന്ന് പറഞ്ഞത്. പിന്നെ പൈ എപ്സിലോൺ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ എൻ എപ്സിലോൺ. ഇവിടെ ഈ ടേം വരുന്നത് എക്സ്പോണൻഷ്യൽ ടേമാണ്. ഇതിനെ നമുക്ക് സമ്മേഷൻ വെച്ച് ചെയ്യുകയാണെങ്കിൽ കുറേ ടേംസിൻ്റെ സമ്മായിട്ടാണ് കിട്ടുക. അപ്പോൾ നമുക്കൊരു പ്രൊഡക്റ്റായിട്ട് എഴുതുകയാണ്. പൈ എപ്സിലോൺ ഇ റൈസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ എൻ എപ്സിലോൺ എന്നാക്കിയിട്ട് ആ ടേമിനെ മാറ്റി എഴുതാണ്. നമുക്ക് ഇക്വേഷൻ 5 ഒരു എൻ ഫാക്ടോറിയൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാണ്. മൾട്ടിപ്ലൈ ചെയ്തിട്ടും ഡിവൈഡ് ചെയ്തിട്ടും കൊണ്ടുവരാണ്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ 5 കിട്ടും. അതായത് 1/n ഫാക്ടോറിയൽ സമ്മേഷൻ എൻ എപ്സിലോൺ ഇൻറ്റു എൻ എപ്സിലോൺ ബൈ പൈ എപ്സിലോൺ എൻ എപ്സിലോൺ ഫാക്ടോറിയൽ പൈ എപ്സിലോൺ ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ എൻ എപ്സിലോൺ. ഇതിനെ നമുക്ക് മൾട്ടിനോമിയൽ തിയറം വെച്ചിട്ട് ഇവാലുവേറ്റ് ചെയ്യാൻ പറ്റും. എന്താണ് മൾട്ടിനോമിയൽ തിയറം എന്ന് പറയുന്നതാണ് അടുത്തത് നോക്കാനുള്ളത്. സമ്മേഷൻ എൻ എപ്സിലോൺ എൻ ഫാക്ടോറിയൽ ബൈ പൈ എപ്സിലോൺ എൻ എപ്സിലോൺ ഫാക്ടോറിയൽ പൈ എപ്സിലോൺ ഇ റൈസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ എൻ എപ്സിലോൺ ഈക്വൽ ടു സമ്മേഷൻ എപ്സിലോൺ ഇ റൈസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ ഹോൾ റൈസ് ടു എൻ ആണ് മൾട്ടിനോമിയൽ തിയറം. ഇത് വെച്ച് ചെയ്യുമ്പോൾ നമ്മുടെ പാർട്ടീഷൻ ഫംഗ്ഷൻ ക്യു എൻ ഓഫ് ടി നമുക്ക് 1/n ഫാക്ടോറിയൽ സമ്മേഷൻ എപ്സിലോൺ ഇ റൈസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ ഹോൾ റൈസ് ടു എൻ എന്ന് കിട്ടും. ഇതിൽ നിന്ന് നമുക്ക് ഇക്വേഷൻ 6 എഴുതാൻ പറ്റും. ക്യു വൺ ഓഫ് വി ടി ഓൾ റേസ് ടു എൻ ബൈ എൻ ഫാക്ടോറിയലാണ്. നമുക്ക് അടുത്തത് ക്യു വൺ ഓഫ് വി ടി കണ്ടുപിടിക്കണം. നമ്മളിവിടെ ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ സിംഗിൾ പാർട്ടിക്കിൾ പാർട്ടീഷൻ ഫംഗ്ഷനാണ് കണ്ടുപിടിക്കുന്നത്. ക്യു വൺ ഓഫ് വി ടി ഈക്വൽ ടു സമ്മേഷൻ എപ്സിലോൺ ഇ റേസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ അപ്രോക്സിമേറ്റ്ലി എന്തിനോട് ഈക്വൽ ആണ്? 1/h³ ഇൻറ്റഗ്രൽ 0 ടു ഇൻഫിനിറ്റി ഇ റേസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ ഡി ക്യൂബ് ക്യൂ ഡി ക്യൂബിക് പി. ഇതിൽ ഡി ക്യൂബിക് ക്യൂ എന്ന് പറഞ്ഞത് വോളിയം ഇലമെൻ്റ് ആണ്. അപ്പോൾ നമുക്ക് വി ആക്കിയിട്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഡി ക്യൂബിക് പി സ്മോൾ വോളിയം ഇലമെൻ്റ് തന്നെയാണ്. അതിന് നമുക്ക് 4πp² dp ആയിട്ടാണ് എഴുതുന്നത്. നെക്സ്റ്റ് നമുക്ക് p² ഡി പിയും എന്താണെന്ന് കണ്ടുപിടിക്കാം. p²/2m ഈക്വൽ ടു എപ്സിലോൺ. ഇതിൽ നിന്ന് പി കണ്ടുപിടിക്കുക. പി ഈക്വൽ ടു √2m എപ്സിലോൺ. പിന്നെ ഡി പി എന്ന് പറഞ്ഞത് √2m ഇൻറ്റു 1/2 എപ്സിലോൺ റൈസ് ടു മൈനസ് 1/2 ഡി എപ്സിലോൺ ആണ്. ഇത് നമ്മുടെ ഈ ക്യു വൺ ഓഫ് വി ടി ടേമിൽ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 4πv/h³ 0 ടു ഇൻഫിനിറ്റി ഇ റൈസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ 2m എപ്സിലോൺ ഇൻറ്റു √2m ഇൻറ്റു 1/2 √എപ്സിലോൺ ഡി എപ്സിലോൺ എന്ന് കിട്ടും.
ഈ ഇക്വേഷനിൽ നമുക്ക് ഇക്വേഷൻ 7ലേക്ക് എത്താം. 2πv/h³ 2m raised to 3/2 0 to infinity e raised to minus beta epsilon epsilon raised to 1/2 d epsilon. ഇത് കോൺസ്റ്റൻറ്റ് ടേമുകളൊക്കെ പുറത്തെടുത്ത് അറേഞ്ച് ചെയ്തിട്ട് വരുന്നൊരു ഇക്വേഷനാണ് ഇക്വേഷൻ 7. ഇനി നമുക്ക് 0 to infinity e raised to minus beta epsilon epsilon raised to 1/2 d epsilon എന്നുള്ളതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. നമുക്ക് ഗാമ ഫംഗ്ഷൻ വഴി ആ വാല്യൂ കണ്ടുപിടിക്കാം. എന്താണ് ഗാമ ഫംഗ്ഷൻ? ഇൻ്റഗ്രൽ 0 to infinity e raised to minus lambda x raised to n minus 1 dx is equal to gamma n by lambda raised to n. അപ്പോൾ ഗാമ ഫംഗ്ഷൻ വഴി നമുക്ക് ഇൻ്റഗ്രലിൻ്റെ വാല്യൂ കിട്ടും 1/2 √π ബൈ ബീറ്റ റേസ് ടു 3/2 എന്നാണ് കിട്ടുക. അത് Q1 ഓഫ് വി ടിയിൽ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് ലാസ്റ്റ് കിട്ടണ ഇക്വേഷൻ എന്ന് പറയുന്നത് വി ബൈ ഡിനോമിനേറ്ററിൽ h ബൈ √2π ഹോൾ ക്യൂബ് എന്ന് വരും. ഇവിടെ ഈ h ബൈ √2π എന്ന് പറയുന്നത് മീൻ തെർമൽ വേവ് ലെങ്ത് ലാംഡയാണ്. അപ്പോൾ നമുക്ക് ലാസ്റ്റ് Q1 ഓഫ് വി ടി എന്ത് കിട്ടും? വി ബൈ ലാംഡ ക്യൂബ് എന്ന് കിട്ടും. അതാണ് സിംഗിൾ പാർട്ടിക്കിൾ പാർട്ടീഷൻ ഫംഗ്ഷനായിട്ട് Q1 ഓഫ് വി ടി കിട്ടുകയാണ്. ഈ Q1 ഓഫ് വി ടി നമുക്ക് നമ്മുടെ ഇക്വേഷൻ 6ൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ 6 എന്തായിരുന്നു? Q1 ഓഫ് വി ടി ഓൾ റേസ് ടു n ബൈ n ഫാക്ടോറിയൽ ആണ് എന്ത് Q1 ഓഫ് വി ടി എന്ന് പറഞ്ഞാൽ പാർട്ടീഷൻ ഫംഗ്ഷൻ. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ബൈ ഇക്വേഷൻ 6 നമുക്ക് Q1 ഓഫ് വി ടി എന്ന് പറയുന്നത് വി റേസ് ടു n ബൈ n ഫാക്ടോറിയൽ ലാംഡ റേസ് ടു 3n ആണ് കിട്ടുക. അതാണ് നമ്മുടെ മാക്സ്വെൽ ബോൾട്സ്മാൻ്റെ കേസിലുള്ള പാർട്ടീഷൻ ഫംഗ്ഷനായിട്ട് വരുന്നത്. നെക്സ്റ്റ് നമുക്ക് ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ കാൽക്കുലേറ്റ് ചെയ്യാം. ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽ ടു 0 to infinity z പവർ n Q1 ഓഫ് വി ടി ആണ്. Q1 ഓഫ് വി ടി നമുക്ക് ഓൾറെഡി അറിയാം. വി റേസ് ടു n ബൈ n ഫാക്ടോറിയൽ ലാംഡ റേസ് ടു 3n ആണ്. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? സമ്മേഷൻ n ഈക്വൽ ടു 0 to infinity z വി ബൈ ലാംഡ ക്യൂബ് ഹോൾ റേസ് ടു n ബൈ n ഫാക്ടോറിയൽ. ഈ ഒരു ടേം കിടക്കുന്നത് എക്സ്പൊണൻഷ്യൽ ഫംഗ്ഷൻ്റെ ഫോമിലാണ്. സോ നമുക്കിതിനെങ്ങനെ എഴുതാം? എക്സ്പൊണൻഷ്യൽ ഓഫ് z വി ബൈ ലാംഡ ക്യൂബ്. Okay, let us evaluate the grand partition function for the Bose-Einstein and Fermi-Dirac. അപ്പോൾ ഇതിൻ്റെ മുന്നത്തെ ക്ലാസ്സിൽ ദ ഡിറ്റർമിനേഷൻ ഓഫ് പാർട്ടീഷൻ ഫംഗ്ഷൻ ഈസ് നോട്ട് ഈസി ഫോർ ബോസ് ഗ്യാസ് ആൻഡ് ഫെർമി ഗ്യാസ് പറഞ്ഞു. എന്തുകൊണ്ട്? ബിക്കോസ് ഓഫ് ദീസ് കണ്ടീഷൻ സമ്മേഷൻ ഐ എൻ എ ഈക്വൽ ടു എൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഇൻസ്റ്റെഡ് ഓഫ് പാർട്ടീഷൻ ഫംഗ്ഷന് പകരം നമ്മൾ ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷനാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എന്ത് കിട്ടും? ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ ഈക്വൽ ടു സമ്മേഷൻ n ഈക്വൽ ടു 0 to infinity z റേസ് ടു n സമ്മേഷൻ n എപ്സിലോൺ e റേസ് ടു മൈനസ് ബീറ്റ സമ്മേഷൻ എപ്സിലോൺ n എപ്സിലോൺ എന്ന് കിട്ടും. ഈ ഇക്വേഷൻ എവിടെ നിന്നാണ് കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഗ്രാൻഡ് പാർട്ടീഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സമ്മേഷൻ n ഈക്വൽ ടു 0 to infinity z റേസ് ടു n Q1 ഓഫ് വി ടി ആണ്. ഈ Q1 അറിയുന്നതാണ് പാർട്ടീഷൻ ഫംഗ്ഷൻ. അതിൻ്റെ ഇക്വേഷനാണ് ഇത്. ഇതും കൂടി കമ്പൈൻ ചെയ്തിട്ട് കിട്ടുന്നതാണ് ഇത്. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? ഡബിൾ സമ്മേഷൻ ആണല്ലോ, അത് ഇങ്ങനെ എഴുതാം. സമ്മേഷൻ n ഈക്വൽ ടു 0 to infinity സമ്മേഷൻ n എപ്സിലോൺ പൈ ഇ, പിന്നെ ഈ സെഡിനെ ഇങ്ങോട്ട് എഴുതി. കാരണം ഇത് കണ്ടോ n എപ്സിലോൺ ഈക്വൽ ടു n ആണ്. അപ്പോൾ എന്താ ഈ എന്നിന് പകരം n എപ്സിലോൺ ആക്കിയിട്ട് എഴുതിയാലും മതി. ഇതിൽ ടോട്ടലായിട്ട് ഇങ്ങനെ എഴുതാം z e റേസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ n എപ്സിലോൺ എന്ന് എഴുതി. ഇനി പൈ എന്ന് പറയുന്നത് സ്റ്റാൻഡ് ഫോർ പ്രൊഡക്റ്റ് ആണ്. പിന്നെ ഡബിൾ സമ്മേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഓവർ ദ നമ്പർ n എപ്സിലോൺ കൺസ്ട്രെയിൻ ബൈ എ ഫിക്സ്ഡ് വാല്യൂ ഓഫ് ദ ടോട്ടൽ നമ്പർ n. അതുപോലെ തന്നെ ഓവറോൾ പോസിബിൾ വാല്യൂ ഓഫ് n എന്ന് പറയുന്നത് ഈക്വൽ ടു സമ്മേഷൻ ഓഫ് ഓവറോൾ പോസിബിൾ വാല്യൂ ഓഫ് n എപ്സിലോൺ ഇൻഡിപെൻഡൻ്റ്ലി ഓഫ് വൺ അനദർ ആണ്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഈ ഇക്വേഷനിൽ എപ്സിലോൺ 0 1 അങ്ങനെ കൊടുക്കുകയാണ്. അപ്പോൾ സമ്മേഷൻ n0 n1 z e റേസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ 0 n0 z e റേസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ ഓൾ റേസ് ടു n1. ഇതിന് സമ്മേഷൻ സെപ്പറേറ്റ് ചെയ്ത് കൊടുത്തു. സമ്മേഷൻ n0 z e റേസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ 0 ഓൾ റേസ് ടു n0 z സമ്മേഷൻ n1 z e റേസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ 1 n1. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? പൈ എപ്സിലോൺ സമ്മേഷൻ n എപ്സിലോൺ z e റേസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ ഓൾ റേസ് ടു n എപ്സിലോൺ എന്ന് എഴുതാം. വെറുതെ സമ്മേഷൻ n എപ്സിലോൺ എന്ന് പറയുന്നത് എക്സ്റ്റെൻഡ് ഓവർ ദ വാല്യൂസ് n എപ്സിലോൺ ഈക്വൽ ടു 0 1 2. അങ്ങനെ ബോസ്-ഐൻസ്റ്റീൻ്റെ കേസിലാണെങ്കിൽ എന്താ എന്നിൻ്റെ വാല്യൂ 0 1 2 3 അങ്ങനെ പോവും. പക്ഷേ ഫെർമി ഡിറാക്കിൻ്റെ കേസ് ആകുമ്പോൾ അതാകെ ഒരു 2 വാല്യൂ ഉള്ളൂ ഉണ്ടാവുക, 0 1 ആയിരിക്കും. അപ്പോൾ അതിൻ്റെ ഇക്വേഷൻസ് വരുന്നത് എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ
ബോസ് ഗ്യാസിൻ്റെ ഇക്വേഷൻ പൈ എപ്സിലോൺ 1 പ്ലസ് സെഡ് ഇ റേസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ പ്ലസ് സെഡ് ഇ റേസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ ഓൾ സ്ക്വയർ പ്ലസ് സെഡ് ഇ റേസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ ഓൾ ക്യൂബ് പ്ലസ് എക്സെട്ര. അതിനെ നമുക്ക് ടോട്ടലായിട്ട് എങ്ങനെ എഴുതാം? പൈ എപ്സിലോൺ 1 മൈനസ് സെഡ് ഇ റേസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ ഓൾ റേസ് ടു മൈനസ് 1 വരും. ഈ ഫെർമി ഗ്യാസിൻ്റെ കേസ് ആകുമ്പോൾ പൈ എപ്സിലോൺ ഈക്വൽ ടു 1 പ്ലസ് സെഡ് ഇ റേസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ എന്ന് വരും. നമുക്കിത് ജനറലായിട്ട് എഴുതുകയാണെങ്കിൽ പൈ എപ്സിലോൺ 1 മൈനസ് സെഡ് ഇ റേസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ എന്നാണ് ഏതിൽ വരിക? ബോൺ-ഐൻസ്റ്റീൻ്റെ പൈ എപ്സിലോൺ 1/1 പ്ലസ് സെഡ് ഇ റേസ് ടു മൈനസ് ബീറ്റ എപ്സിലോൺ എന്നാണ് ഫെർമി ഡിറാക്കിൻ്റെ കേസിൽ വരുന്നത്. അതാകുമ്പോൾ ഒറ്റ കണ്ടീഷൻ ശ്രദ്ധിച്ചാൽ മതി. മൈനസ് വരുമ്പോൾ എപ്പോൾ ബോസ്-ഐൻസ്റ്റീനും അതുപോലെ തന്നെ പ്ലസ് വരുന്നത് ഫെർമി ഡിറാക്കിൻ്റെ കേസ് വരും. ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇനി ദ ക്യൂ പൊട്ടൻഷ്യൽ ഓഫ് ദ സിസ്റ്റം എന്ന് പറയുന്നത് നമുക്കറിയാം PV/kT ആണ്. അതിനെ എങ്ങനെ എഴുതാം? ലോഗ് ഓഫ് ഗ്രാൻഡ് പൊട്ടൻഷ്യൽ. ഇനി നമുക്ക് നെക്സ്റ്റ് പറയുന്നത് എന്താ വെച്ചാൽ ഇതിൻ്റെ ഇക്വേഷൻ ഇങ്ങനെ വരും. പ്ലസ് ഓർ മൈനസ് സമ്മേഷൻ ലോഗ് 1 പ്ലസ് ഓർ മൈനസ് സെഡ് ഇ റേസ് ടു മൈനസ് ബി എപ്സിലോൺ. ഈ പ്ലസ് ഓർ മൈനസിൽ പ്ലസ് വരികയാണെങ്കിൽ അത് ഫെർമി ഡിറാക്കും, മൈനസ് വരികയാണെങ്കിൽ അത് ബോസ്-ഐൻസ്റ്റീനുമാണ്. ഇനി നമ്മളിവിടെ മാക്സ്വെൽ ബോൾട്സ്മാൻ അപ്ലൈ ചെയ്യുമ്പോൾ ഈ ഇക്വേഷൻ, അതായത് ക്യൂ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ 1/a എന്ന് ഇക്വേഷൻ ഈക്വൽ ടു 1/a സമ്മേഷൻ എപ്സിലോൺ ലോഗ് 1 പ്ലസ് എ സെഡ് ഇ റേസ് ടു മൈനസ് എപ്സിലോൺ. ഇത് ഫെർമി ഡിറാക്കിൻ്റെ കേസിൽ. ഇനി 1 മൈനസ് വരുന്നത് വെച്ചാൽ അത് ബോസ്-ഐൻസ്റ്റീൻ്റെ കേസിൽ. ഇനി നമ്മൾ ഈ ഇക്വേഷനെ വിത്ത് റെസ്പെക്ട് ടു സെഡ് കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ മാക്സ്വെൽ ബോൾട്സ്മാൻ്റെ ക്യൂ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് ZQ1 വരും. അത് നമ്മൾ ഇതിൻ്റെ മുന്നത്തേൽ പഠിച്ചിട്ടുണ്ട്. അതൊരു സിംഗിൾ പാർട്ടീഷൻ ഫംഗ്ഷനാണ്. ഇപ്പോൾ നമ്മൾ ക്യൂവിന് -1 +1 0 അങ്ങനെ ഡിപ്പെൻഡിങ് ഓൺ ദ സ്റ്റാറ്റിക്കൽ ഗവേണിംഗ് ദ സിസ്റ്റം. അതാണ് ഇപ്പോൾ ഇവിടെ പറഞ്ഞത്. ഇപ്പോൾ 1 പ്ലസ് കൊടുക്കുകയാണെങ്കിൽ ഇവിടെ ഫെർമി ഡിറാക്കും, മൈനസ് കൊടുക്കുകയാണെങ്കിൽ ബോൺ-ഐൻസ്റ്റീനും വരും എന്നാണ് പറയുന്നത്. ഇനി ആവറേജ് നമ്പർ ഓഫ് പാർട്ടിക്കിളിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് സമ്മേഷൻ ആർ കോമ എസ് NR എക്സ്പോണൻഷ്യൽ മൈനസ് ആൽഫ NR മൈനസ് ബീറ്റ ES ഡിവൈഡഡ് ബൈ സമ്മേഷൻ ആർ കോമ എസ് എക്സ്പോണൻഷ്യൽ മൈനസ് ആൽഫ NR മൈനസ് ബീറ്റ ES. അതിന് നമുക്ക് മൈനസ് ഡോ ക്യൂ ബൈ ഡോ ആൽഫ എന്ന് എഴുതാം. കാരണം ഈ ഒരു ടേമാണ് ക്യൂ ആയിട്ട് വരുന്നത്. അപ്പോൾ സെഡിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് എന്താണ്? ഇ റേസ് ടു മൈനസ് ആൽഫയാണ്. മൈനസ് ആൽഫ ലോഗ് സെറ്റ് ആണ്. മൈനസ് ഡോ സെറ്റ് പറയുന്നത് -1/z ഡോ സെറ്റ് ആണ്. അപ്പോൾ നമുക്ക് നേരത്തെ ഇവിടെ കിട്ടിയിട്ടുണ്ട് മൈനസ് ഡോ ക്യൂ ബൈ ഡോ ആൽഫയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടിക്കുന്നു? മൈനസ് ഡോ ആൽഫ എന്താണെന്ന് അറിയാം. അപ്പോൾ ഇത് ഇതിൽ അപ്ലൈ ചെയ്യുമ്പോൾ z ഡോ എപ്സിലോൺ ബൈ ഡോ സെറ്റ് കിട്ടും. ഇനി ഇതേപോലെ ആവറേജ് എനർജി കാണുകയാണ്. = സമ്മേഷൻ ആർ കോമ എസ് ES മറ്റോടത്ത് NR ആയിരുന്നു. അതിൻ്റെ പകരം ഇവിടെ ഒരു ES കൊടുത്തു. അത്രേ ഉള്ളൂ ഡിഫറൻസ്. എക്സ്പോണൻഷ്യൽ മൈനസ് ആൽഫ NR മൈനസ് ബീറ്റ ES ഡിവൈഡഡ് ബൈ സമ്മേഷൻ ആർ കോമ എസ് എക്സ്പോണൻഷ്യൽ മൈനസ് ആൽഫ NR മൈനസ് ബീറ്റ ES. ഇതിനെ നമ്മൾ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു ബീറ്റ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ഡോ ക്യൂ ബൈ ഡോ ബീറ്റ കിട്ടും. ഇനി മീൻ ഒക്യുപ്പേഷൻ നമ്പർ. അപ്പോൾ എന്താ ചെയ്തിരിക്കണമെന്ന് വെച്ചാൽ ഇവിടെ ഒരു N എപ്സിലോൺ ആയി, ESന് പകരം N എപ്സിലോൺ ആയി. അങ്ങനെയാണ് ഇതിന് മൂന്നിലും ഉണ്ടാകുന്ന ചേഞ്ച്. അപ്പോൾ സമ്മേഷൻ ആർ കോമ എസ് N എപ്സിലോൺ എക്സ്പോണൻഷ്യൽ മൈനസ് ആൽഫ NR മൈനസ് ബീറ്റ ES ഡിവൈഡഡ് ബൈ സമ്മേഷൻ ആർ കോമ എസ് എക്സ്പോണൻഷ്യൽ മൈനസ് ആൽഫ NR മൈനസ് ബീറ്റ ES. ഇതിനെ നമ്മൾ എങ്ങനെ എഴുതി? സമ്മേഷൻ ആർ കോമ എസ് N എപ്സിലോൺ എക്സ്പോണൻഷ്യൽ മൈനസ് ആൽഫ NR മൈനസ് ബീറ്റ എപ്സിലോൺ. ഇവിടെ ഒരു സമ്മേഷൻ കൊടുത്തു N എപ്സിലോൺ ഡിവൈഡഡ് ബൈ സമ്മേഷൻ ആർ കോമ എസ് എക്സ്പോണൻഷ്യൽ മൈനസ് ആൽഫ NR മൈനസ് ബീറ്റ ES. ഇതിന് നമ്മൾ എന്താ വിത്ത് റെസ്പെക്ട് ടു എപ്സിലോൺ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? മൈനസ് ബീറ്റ N എപ്സിലോൺ പുറത്തോട്ട് വരും. അപ്പോൾ ഇക്വേഷൻ ഇങ്ങനെ ആവും. -1/β ഡോ ക്യൂ ബൈ ഡോ എപ്സിലോൺ എന്നുള്ള ഒരു ഇക്വേഷൻ വരും എന്നാണ് പറയുന്നത്. ഇതിൽ ഈ ടേം എന്ന് പറയുന്നത് ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷനാണ്. അപ്പോൾ നമുക്ക് എന്ത് എഴുതാം? Q1 = ലോഗ് ഓഫ് ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ എഴുതാം. പിന്നെ സമ്മേഷൻ NR = 0 to infinity z raised to NR Qn of R Vt where Qn of Vt എന്ന് പറയുന്നത് സമ്മേഷൻ ഓഫ് S e raised to minus ബീറ്റ ES ആണെന്ന് കിട്ടി. ഇനി ആവറേജ് നമ്പർ ഓഫ് പാർട്ടിക്കിളിൻ്റെ ഇക്വേഷൻ വേറൊരു ഇക്വേഷനാണിത്. z = ഡോ ബൈ ഡോ സെറ്റ് ഓഫ് ലോഗ് ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ ഈക്വൽ ടു
നമുക്ക് എന്ത് എഴുതാം, ഡോ ക്യൂ ബൈ ഡോ സെറ്റ് എന്ന് എഴുതാം. കാരണം ഈ ലോഗ് ഓഫ് ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷനെ നമുക്ക് ക്യൂ എന്ന് എഴുതാം. ഇനി ഇപ്പോൾ നമുക്കിതിൻ്റെ മുന്നൊരു ഇക്വേഷൻ അറിയാം. ഏത്? ക്യൂ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ നമുക്ക് ഇവിടെ കിട്ടിയിട്ടുണ്ട്. എവിടെ? ഇതാ ഈ ക്യൂ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷനെ നമുക്ക് എന്ത് ചെയ്യാം, ന്യൂമറേറ്ററും ഡിനോമിനേറ്ററും നമുക്ക് z(e⁻⁻β∪ കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ്. ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? z/e സമ്മേഷൻ a(e⁻⁻β∪1 + az(e⁻⁻β∪ കിട്ടും. സമ്മേഷൻ epsilon1/z ഇൻവേഴ്സ് e⁻⁻β∪ എന്ന് കിട്ടും. അതാണ് ഇക്വേഷൻ. ഇനി അതുപോലെ ഈനും ചെയ്യാണ്. ഈനെ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് മൈനസ് ഡോ ലോഗ് ഡോ ബീറ്റ ഓഫ് ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ ഈക്വൽ ടു മൈനസ് ഡോ ബീറ്റ ക്യൂ ഓഫ് z(vt) ആണ്. അതിനെ നമ്മൾ, അതായത് നേരത്തെ ഞാൻ പറഞ്ഞ ഇവിടെ ചെയ്ത അതേ ക്യൂവിൻ്റെ ഇക്വേഷനില്ല, ആ ക്യൂ പൊട്ടൻഷ്യലിൻ്റെ ഇക്വേഷൻ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ബീറ്റ കൊണ്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? എപ്സിലോൺ ഈക്വൽ ടു എപ്സിലോൺ ഡിവൈഡഡ് ബൈ z ഇൻവേഴ്സ് e⁻⁻β∪ a ഈക്വൽ ടു സമ്മേഷൻ എപ്സിലോൺ n എപ്സിലോൺ കിട്ടും. പിന്നെ ദ മീൻ ഒക്യുപ്പേഷൻ നമ്പർ n എപ്സിലോൺ ഓഫ് ലെവൽ എപ്സിലോൺ ടേൺ ഔട്ട് ടു ബി എന്ന് പറയുന്നത് 1 ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ 1/β ഡോ എപ്സിലോൺ ഓഫ് ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ. അത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം n എപ്സിലോണിൻ്റെ ഇക്വേഷൻ നേരത്തെ മുന്നേ ചെയ്ത് കിട്ടിയിട്ടുണ്ട്. -1/β ഡോ ക്യൂ ബൈ ഡോ എപ്സിലോൺ ആണ് എന്ന്. അതിനെ അപ്പോൾ നമ്മൾ ഈ ടേമിനെ എന്ത് ചെയ്യാണ്, ഈ ടേമിനല്ല ക്യൂവിൻ്റെ ടേമിനെ ഡിഫറൻഷ്യേറ്റ് വിത്ത് റെസ്പെക്ട് ടു എപ്സിലോൺ ചെയ്യാൻ. ഈ മൂന്നും ആ ക്യൂവിൻ്റെ ടേമിനെ ഓരോ ടേം വെച്ചിട്ട് ഡിഫറൻഷ്യേറ്റ് ചെയ്തിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? -1/β ഡോ സെറ്റോ ലോ ഗ്രാൻഡ് പാർട്ടീഷൻ ഫംഗ്ഷൻ. അപ്പോൾ ഇക്വേഷൻ -1/β ഡോ ക്യൂ ബൈ ഡോ എപ്സിലോൺ കിട്ടും. അതിന് നമുക്ക് ഇങ്ങനെ എഴുതാം, 1/z ഇൻവേഴ്സ് e⁻⁻β∪a. മീൻ വാല്യൂ ഓഫ് n എപ്സിലോൺ അറിയണത് മോസ്റ്റ് പ്രോബബിൾ വാല്യൂ n + ഐഡൻറ്റിക്കലും ആണ്. അതാണ് പറയുന്നത്. ഇത്രയുള്ളൂ. താങ്ക് യു.